ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ശ്രേയയും ഹൈമവതിയും ദേവയാനിയും കൂടി ഹാളിൽ നിൽക്കുന്നു. ദേവയാനി വിഷമത്തോടെ ഇരുവരോടുമായി പറയുന്നു, ഇതെല്ലാം ആ ഗംഗയുടെ മിടുക്കാണ്. അവള് എന്റെ മോനെ അവളുടെ സാരിത്തുമ്പിലെ കുഞ്ഞിരാമനാക്കി മാറ്റിയെടുത്തു. അത് കേട്ട ഹൈമവതി പറഞ്ഞു, എങ്ങനെ ഇതിനൊരു അവസാനം കാണണ്ടേ എന്റെ നാത്തൂനെ. അത് കേട്ട ദേവയാനി കളിയോടെ പലതും ആലോചിച്ചു. അപ്പോഴാണ് ശ്രീയുടെ ഫോണിലേക്ക് രാഹുൽ വിളിച്ചത്. പുറത്തായിരുന്ന രാഹുൽ ശ്രേയയോട് ചോദിച്ചു, എന്താ ഇത്രയും നേരമായിട്ടും നിനക്ക് അവളെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ലേ? അത് കേട്ട ശ്രേയ പറഞ്ഞു, അതൊക്കെ എനിക്ക് സാധിച്ചു. അവളുടെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകും. അത് കേട്ട രാഹുൽ തന്റെ തന്ത്രം പ്രയോഗിക്കാൻ പറ്റിയ അവസരമാണ് എന്ന സന്തോഷത്തിൽ പുഞ്ചിരിച്ചു. അപ്പോഴാണ് കയ്യിൽ ഫ്രീ കീയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഗംഗ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതിനുശേഷം മഹിയുടെ കാറിൽ ഗംഗ ഫ്രീക്കിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹിയോടൊപ്പം ആ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തുന്നു. ആ സമയത്ത് മഹിയുടെ കാറിനെ ഫോളോ ചെയ്ത് മറ്റൊരു കാറും എത്തുന്നു. മഹി ഗംഗയോടൊപ്പം ഫ്രീക്കിയുമായി ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയതും ഡോക്ടർ ഫ്രീക്കിയെ പരിശോധിച്ചതിന് ശേഷം ഫ്രീക്കിയുടെ കാലിൽ തുളച്ചു കയറിയ ആ മുട്ടുസൂചി ഡോക്ടർ നീക്കം ചെയ്യുന്നു. അത് കണ്ടതോടെ മഹിയും ഗംഗയും ഞെട്ടുന്നു.